ഇറാനിൽ നിന്ന് വയറു നിറയെ കിട്ടി അമേരിക്ക ഒരു കരാറൊക്കെ ഉണ്ടാക്കി പിൻവാങ്ങാൻ പോകുന്നെങ്കിലും അടുത്ത ലക്ഷ്യം ക്യൂബയുടെ പുറത്തേക്ക് കയറലാണ് എന്ന് തോന്നിപ്പോകുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ക്യൂബയെക്കുറിച്ച് പറഞ്ഞത് ഇന്ധനങ്ങളിൽ ആയുധം നിറയ്ക്കുന്നവർ, പിന്നെ വേറെന്തൊക്കെയോ ചെയ്യുന്നവർ എന്ന തരത്തിൽ ആടിനെ പട്ടിയാക്കുന്ന പ്രവർത്തനം അമേരിക്ക ക്യൂബയിൽ കുറേ നാളായി തുടങ്ങിയെങ്കിലും അതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. അവരങ്ങനെയാണല്ലോ, ആദ്യം പട്ടിയാക്കും, പിന്നെ പേപ്പട്ടിയാക്കും, എന്നിട്ട് തല്ലിക്കൊല്ലും. അതാകെ നടക്കാതെ പോയത് ഈ സമീപകാലത്ത് ഇറാനിൽ മാത്രമാണ്. ഇതിനിടയിൽ പണ്ട് അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയി അവിടെ ഒന്നും നടന്നില്ലെങ്കിലും വാണിജ്യ കച്ചവട താല്പര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റി. ഇറാനിൽ പക്ഷേ ഒന്നും പറ്റിയില്ല, നിക്കറും ഉടുപ്പും എല്ലാം കീറി. അതുകൊണ്ട് അതിൻ്റെ ഖേദം ക്യൂബയുടെ പുറത്ത് തീർക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ക്യൂബയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. എന്നുവെച്ചാൽ ക്യൂബ വെനിസ്വലയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയിൽ ഇന്ധനം വാങ്ങുകയും ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യമായതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയെ ചൊടിപ്പിക്കുന്ന കാര്യം. അമേരിക്കയുടെ പരിസരത്തെവിടെയും ഏതെങ്കിലും തരത്തിൽ അവർക്കടിമകളല്ലാത്ത ആരും ഉണ്ടാകാൻ പാടില്ല എന്ന ഉത്തമമായ ബോധ്യവും ആവശ്യവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വെനിസ്വലയെ കീഴ്പ്പെടുത്തിയ ശേഷം അടുത്ത ക്യൂബയെയാണ് ലക്ഷ്യം വെക്കുന്നത്. യൂണിയൻ ക്യൂബ പെട്രോളിയോ എന്ന് പറയുന്ന ഒരു എനർജി കമ്പനിയുണ്ട്, ക്യൂബയുടെ ഔദ്യോഗികമായ എനർജി കമ്പനിയാണ്. അതിനെതിരെയാണ് നമ്മുടെ മാർക്കോ റൂബിയോ സംസാരിച്ചിരിക്കുന്നത്. അത് ഇന്ധനങ്ങളിൽ ആയുധം നിറയ്ക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. ഇന്ധനങ്ങളിൽ ആയുധം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ വെനിസ്വലയിൽ നിന്ന് വില കുറച്ച് എണ്ണ വാങ്ങി, ഇപ്പോൾ മെക്സിക്കോയിൽ നിന്ന് അവർ എണ്ണ വാങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് ക്യൂബയെ തകർക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനെ തകർക്കാനൊന്നുമില്ല, യഥാർത്ഥത്തിൽ വെനിസ്വലയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആ എണ്ണ മുഴുവൻ അമേരിക്കൻ കള്ളൻ ചോർത്തിയെടുക്കാൻ തുടങ്ങിയതോടുകൂടി ക്യൂബ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഇലക്ട്രിക്കൽ ഗ്രിഡ് ആകെ കൊളാപ്സ്ഡ് ആയിട്ട് 20 മുതൽ 22 മണിക്കൂർ വരെ ഹവാന പോലെയുള്ള പ്രധാനപ്പെട്ട സിറ്റികളിൽ പോലും പവർ ഫെയിലുവറാണ്. കാരണം ഈ ഇലക്ട്രിക്കൽ ഗ്രിഡൊക്കെ പ്രവർത്തിച്ചിരുന്നത് വെനിസ്വലയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ കൊണ്ടായിരുന്നു. വെനിസ്വല ഉപരോധമുള്ളതിനാൽ വളരെ വില കുറച്ച് ക്യൂബയ്ക്ക് എണ്ണ നൽകുമായിരുന്നു. അപ്പോൾ വെനിസ്വലയെ കീഴ്പ്പെടുത്തി ക്യൂബയെ കട്ട് ചെയ്തതോടുകൂടി ക്യൂബ ഇപ്പോൾ ആകെ ആശ്രയിക്കുന്നത് മെക്സിക്കോയെയാണ്. ആ മെക്സിക്കോയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുക, അങ്ങനത്തെ അവർക്ക് താരിഫ് ഏർപ്പെടുത്തുക തുടങ്ങിയ ഏറ്റവും ക്രൂരമായ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. ഈ ക്യൂബയിൽ പവർ ഗ്രിഡ് തയ്യാറായി എനർജി കൊളാപ്സ് ഉണ്ടായത് കൂടാതെ ആശുപത്രികൾ അടക്കമുള്ളവ പ്രവർത്തിക്കാനാകാതെ കുട്ടികളും രോഗികളുമായിട്ടുള്ള നിരവധി മനുഷ്യരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ എനർജി വേണമല്ലോ, ഊർജം വേണമല്ലോ. അപ്പോൾ അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ആവട്ടെ, അവിടുത്തെ ബാക്കിയുള്ള സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, ഇതൊന്നും അവർ അംഗീകരിക്കുന്നതേയില്ല. യഥാർത്ഥത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലിപ്റ്റോക്രസിയിലൂടെ ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന അമേരിക്കയുടെ എല്ലാ കാര്യത്തെയും, കാരണം കമ്മ്യൂണിസ്റ്റ് ക്യൂബ എന്ന് പറയുന്നത് അമേരിക്കയുടെ കണ്ണിലെ കരടാണ്. പല സന്ദർഭങ്ങളിലും കയറി അടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ക്യൂബ അതിജീവിച്ചതാണ്. ഫിഡൽ കാസ്ട്രോയുടെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ അന്നൊക്കെ USSR വളരെ സ്ട്രോങ് ആയിരുന്നു, അവരുടെ ഒരു ഉറച്ച പിന്തുണയുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതില്ല. ഇപ്പോഴുള്ള ചൈനയാകട്ടെ അങ്ങനെ അനാവശ്യമായി ഒരു ചെറിയ രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ഊർജവും സമ്പത്തുമൊന്നും കളയാൻ തികഞ്ഞ കച്ചവടക്കാരനായ ചൈന തയ്യാറല്ലാത്തതുകൊണ്ട് ക്യൂബ ശരിക്കും ഒരു ഒറ്റപ്പെട്ട നിലയിലാണ്. അതുകൊണ്ട് ആ രാജ്യത്തെ ഉന്മൂലനം ചെയ്ത് ആ രാജ്യത്തൊരു റെജിം ചേഞ്ച് നടപ്പിലാക്കി അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളിപ്പാവ സർക്കാരിനെ അവിടെ നിയമിച്ച് ഈ വെനിസ്വലയിൽ നിന്നൊക്കെ എടുക്കുന്ന എണ്ണ നല്ല ലാഭത്തിൽ അവർക്ക് വിറ്റ് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്ത് മാർഗം തേടാനും യാതൊരു മടിയുമില്ലാത്ത ഹീനതന്ത്രങ്ങളുടെ ഭാഗമാണ് ഈ ക്യൂബയ്ക്ക് മേലുള്ള ഇപ്പോൾ നടത്തുന്ന അഭ്യാസങ്ങൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.